ഷാഫി മദ്ഹബുകാര കെട്ടിപ്പൊക്കിയ ഖബറുകളും അതിന്മേലുള്ള കുബ്ബകളും പൊളിച്ചു നീക്കാൻ ഉളറിപ്പോകൽ നിനക്ക് നിർബന്ധമാണ്. കാരണം മസ്ജിദുൽ ദുറാർ, അത് മസ്ജിദുൽ ദുറാറിനേക്കാൾ പ്രവാചകനെ പരിഹസിക്കാൻ വേണ്ടി മുനാഫിഖീങ്ങൾ ഉണ്ടാക്കിയ പള്ളിയില്ലേ, ആ മുനാഫിഖീങ്ങളുടെ പള്ളിയായ മസ്ജിദുൽ ദുറാറിനേക്കാൾ കടകെട്ട പള്ളിയാണ്. ആ മുനാഫിഖീങ്ങളുടെ പള്ളികളേക്കാൾ അപകടം പിടിച്ച പള്ളിയാണ് ഏത്? കെട്ടിപ്പൊക്കിയ ഖബറുകളും ആ ഖബറിന്മേൽ കുബ്ബകളും ഉണ്ടെങ്കിൽ അത്തരം പള്ളികൾ അതാ മുനാഫിഖീങ്ങളുടെ മസ്ജിദുൽ ദുറാറിനേക്കാൾ കടകെട്ട പള്ളിയാണെന്ന് ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി തന്നെ കിതാബുസ് സവാജിൽ വിശദീകരിക്കുന്നു. അങ്ങനെ ഇല്ലേ? കിതാബുസ് സവാജിൽ പോയിട്ട് പരിശോധിക്കുക. എന്നിട്ടാണ് സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണത്രേ? ഖബറിങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം, അവരോട് തവസ്സുൽ നടത്തണം, അവരെ നേരിട്ട് വിളിക്കണം, മഹാന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം അല്ലേ? എന്നിട്ടോ ഈ രൂപത്തിൽ ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് സത്യം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം. ഇത് കേൾക്കുമ്പോൾ മനസ്സിനൊരു വിഷമം. എന്തു വെറുക്കുമ്പോൾ അള്ളാനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഒരു വിഷമം. ജാറത്തിൽ പോയി പ്രാർത്ഥിക്കരുത്, മുഹ്ദി ശൈഖിനോട് പ്രാർത്ഥിക്കരുത്, അള്ളാനോട് മാത്രം പ്രാർത്ഥിക്കണം. ഇങ്ങനെ അള്ളാനെ കുറിച്ച് മാത്രം പറയുമ്പോൾ മനസ്സിലൊരു പ്രയാസം അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഖുർആന്റെ ഒരു ആയത്തുണ്ട്, ഇതൊക്കെ സഹോദര ഖുർആനിൽ ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചു പോകും. കേൾക്കുമ്പോ പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് എന്താണ് ഒരു അള്ളാഹ് പറയുന്ന ഒരു കാര്യം? എന്താ പരിശുദ്ധ ഖുർആൻ പറയുന്നത്? വഇദാ ദുക്റല്ലാഹു വഹദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വഇദാ ദുക്റല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബ്ശിറൂൻ. വഇദാ ദുക്റല്ലാഹു വഹദഹു, അള്ളാഹുവിനെ സംബന്ധിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് മാത്രം വിശദീകരിക്കപ്പെട്ടാൽ, പറയപ്പെട്ടാൽ, ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയത്തിന് അതാ ഒരു അസഹ്യത അനുഭവപ്പെടുകയാണ്. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയത്തിന് ഒരു പ്രയാസം അനുഭവപ്പെടുകയാണ്. എന്ത് പറയുമ്പോ? അള്ളാഹുവിനെ സംബന്ധിച്ച് മാത്രം പറയുമ്പോൾ. എന്നാൽ അള്ളാഹുവിന് പുറമേയുള്ള ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതാ ഇദാഹും യസ്തബ്ശിറൂൻ, അപ്പോൾ അവർ സന്തുഷ്ടചിത്തരായി തീരുകയാണ്. സന്തോഷം കൊണ്ട് അവർക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. അള്ളാഹിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ ഭയം മാറി അല്ലേ? വല്ലാത്തൊരു പ്രയാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? പരലോകത്തിലുള്ള ഒരു ശരിയായ വിശ്വാസം ഇല്ലാനിട്ടെന്നാ ഖുർആൻ പറയുന്നത്. അത് പരലോകത്തിൽ വിശ്വാസം ഇല്ലെങ്കിലേ ഹൃദയത്തിൽ പ്രയാസം ഉണ്ടാവുള്ളൂ. പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു പ്രയാസമില്ല. എന്നിട്ട് അള്ളാഹ് പറയും വൈദാ ദുഖിറല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബ്ശിറൂൻ. അള്ളാഹ്ക്ക് പുറമെയുള്ളവരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കിയേ അവിടെ. ഞാൻ ഈ സദസ്സിൽ എന്താ മുഹ്ദി ശൈഖിനെ വിളിക്കാ, കുത്തുബ തോതാ, മൗലൂദ് പാരായണം ചെയ്യാ, ഒരു കുഴപ്പമില്ല, ജാറത്തിൽ പോവാ, ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സന്തോഷായിരിക്കും അല്ലേ? നേർക്ക് നേരെ പരിശുദ്ധ ഖുർആൻ ഓതിത്തരുന്ന ഒരു കാര്യമാ സഹോദര ഇതൊക്കെ അല്ലേ? സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റബ്ബ് ഒരു നന്മ നമുക്ക് ഉദ്ദേശിച്ചാൽ ആ നന്മയെ തട്ടി നീക്കാൻ ആർക്കാ സാധിക്കുക? ഒരു തിന്മ പടച്ചവൻ ഉദ്ദേശിച്ചാൽ ഏത് ജാറത്തിൽ പോയി നിങ്ങൾ ഏത് നൂല് കെട്ടിയാലാണ് ആ തിന്മയെ ആ ശൈഖിന് നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാൻ സാധിക്കുക? കഴിയില്ല സഹോദര. പരിശുദ്ധ ഖുർആന്റെ ആയത്താണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അതാ പരിശുദ്ധ ഖുർആനിൽ പഠിച്ച തമ്പുരാൻ പറയുകയാണ്, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. കുൽ നബിയെ അവരോട് പറയണേ, അവർക്ക് താങ്കൾ വിശദീകരിച്ചു കൊടുക്കണേ, അവരോട് താങ്കൾ ചോദിക്കണേ. എന്താണ് ചോദിക്കേണ്ടത്? അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരെല്ലാം ഉണ്ടോ, എന്തെല്ലാം ഉണ്ടോ, ഏത് ജാറമാകട്ടെ, ദർഗയാവട്ടെ, ഏത് മഹാൻ തന്നെ ആയിക്കൊള്ളട്ടെ, അവരെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, പടച്ചതമ്പുരാനൊരു ദുർറിന്, ഒരു പ്രയാസത്തെ, ഒരു ഉപദ്രവത്തെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ അൽഹുന്ന കാശിഫാതു ദുർരിഹി, അല്ലാഹുവിന് പുറമെ ആ ഉപദ്രവത്തെ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു തരാൻ ആർക്കാണോ സാധിക്കുക? ഔ അതല്ല എങ്കിൽ അറാദനി ബിറഹ്മ, ഒരു റഹ്മത്താണ് പഠിച്ച തമ്പുരാൻ നിങ്ങളിലേക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ അൽഹുന്ന മുംസികാതു റഹ്മതി,
ഹൽ ഹുന്ന മുംസികാതു റഹ്മതി, ആ റഹ്മത്തിനെ അല്ലാഹുവിൽ നിന്ന് പിടിച്ചു വെക്കാൻ ആർക്കാണോ സാധിക്കുക? കുൽ നബിയെ അവരോട് പ്രഖ്യാപിക്കണേ, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അതുകൊണ്ട് ഭരമേൽപ്പിക്കുന്നവർ അവന്റെ മേൽ ഭരമേൽപ്പിക്കട്ടെ. എത്ര സുന്ദരമായ ആയത്താ സഹോദര, അല്ലേ? എത്ര സുന്ദരമായ ആയത്ത്. ഇനി എന്തിനാ നമുക്കൊരു സംശയം? ഇനി എന്തിനാ നമ്മുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഒരു വസ്വാസം? അതിന്റെ ആവശ്യമില്ല. റബ്ബ് ഉദ്ദേശിച്ചാൽ അത് കിട്ടും. നമുക്ക് ആരൊക്കെ വിചാരിച്ചാലും തടുക്കാൻ കഴിയില്ല. റബ്ബ് തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ ഇല്ല. അത് നമ്മൾ എവിടെ പോയി ഏതൊക്കെ നൂല് കെട്ടിയാലും ഏതൊക്കെ ചരട് കെട്ടിയാലും എത്ര നേർച്ചറപ്പിച്ചാലും അവിടെ പോയി നമ്മൾ ചക്കരക്കഞ്ഞി വിതരണം ചെയ്താലും ജാറത്തെ കെട്ടിപ്പിടിച്ച് തലകുത്തി മറിഞ്ഞ് കിടന്നാലും കിട്ടൂല. പടച്ചോൻ ഉദ്ദേശിക്കണം. ഒരു ഉപദ്രവം നീങ്ങിപ്പോണെങ്കിൽ അതിനും സഹോദരങ്ങളെ റബ്ബ് ഉദ്ദേശിക്കണം. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് പുറമെ സമന്മാരായി ഉണ്ടാക്കരുത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അള്ളാഹു പറയുന്നു, وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ وَلَوْ يَرَى الَّذِينَ ظَلَمُوا إِذْ يَرَوْنَ الْعَذَابَ أَنَّ الْقُوَّةَ لِلَّهِ جَمِيعًا وَأَنَّ اللَّهَ شَدِيدُ الْعَذَابِ إِذْ تَبَرَّأَ الَّذِينَ اتَّبَعُوا مِنَ الَّذِينَ اتَّبَعُوا وَرَأَوُا الْعَذَابَ وَتَقَطَّعَتْ بِهِمُ الْأَسْبَابُ وَقَالَ الَّذِينَ اتَّبَعُوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار ومن الناس من يتخذ من دون الله أندادا. അള്ളാഹുവിന് പുറമെ ചില സമന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ മനുഷ്യന്മാരിലുണ്ട് ചില ആളുകൾ. അവരതാ അള്ളാഹുവിന് പുറമെ ചില സമന്മാരെ സ്വീകരിക്കുകയാണ്. എന്നിട്ടോ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ഉണ്ടാക്കിയ, അവർ സ്വീകരിച്ചിട്ടുള്ള ഈ സമന്മാരെയും അവർ സ്വീകരിക്കുന്നു. അള്ളാനെ സ്നേഹിക്കണ പോലെ, അല്ലെ? പടച്ചോന്റെ മുന്നിൽ നമസ്കരിക്കാൻ കയ്യും കെട്ടി നിൽക്കുമ്പില്ലാത്ത ഭയഭക്തി ഒരു മഹാന്റെ കബറെങ്കിലും പോയി നേർച്ചയാക്കുമ്പോ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യന്മാർക്ക് ഉണ്ടാവും, അല്ലേ? അല്ലേ? അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഉണ്ടാക്കിയ സമന്മാരെ അള്ളാനെ സ്നേഹിക്കണ പോലെ അവർ സ്നേഹിക്കുന്നു എന്ന് ഖുർആൻ പറയും. എന്നാൽ വിശ്വാസികൾ എങ്ങനെ? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, എന്നാൽ വിശ്വാസികളായ ആളുകളുടെ പ്രത്യേകത എന്താണ്? അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനോട് അതികഠിനമായ സ്നേഹമുള്ളവരത്രേ വിശ്വാസികൾ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ ആയിരിക്കും. എന്നിട്ട് ഖുർആൻ തുടർന്ന് പറയുകയാണ്, വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅൻ വ അന്നല്ലാഹ ശദീദുൽ അദാബ്. നാളെ പടച്ചതമ്പുരാന്റെ അടുക്കൽ വരുമ്പോൾ ഈ അക്രമികളായ ആളുകൾ അതാ ശിക്ഷയെ നേരിൽ കാണുന്ന സന്ദർഭത്തിൽ ശക്തി മുഴുവൻ അള്ളാഹുവിനാണെന്നും അതുപോലെ പടച്ചതമ്പുരാൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും ഈ അക്രമികളായ ആളുകളൊന്ന് കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ അക്രമികളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞിരുന്നെങ്കിൽ നാളെ പരലോകത്ത് വരുമ്പോ ശക്തി മുഴുവൻ അള്ളാഹുവിനാണെന്നും അള്ളാഹു കഠിനമായി ശിക്ഷിക്കാനാണെന്നും ഇവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ എത്രമാത്രം നന്നായിരുന്നേ, അല്ലെ? അക്രമികൾ എന്നാ ഖുർആൻ പറഞ്ഞത് അവരെ സംബന്ധിച്ച്. അള്ളാഹു എല്ലാത്തിനും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹുവിന് പുറമെ സമന്മാർ സ്വീകരിക്കുന്നവർ അക്രമികൾ. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹ് പറയണം, ശരിക്ക് ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ എന്താ അള്ളാഹ് പറയുന്നത്? ഇത് അങ്ങനെ പടച്ചതമ്പുരാന്റെ പരലോകത്ത് വരുമ്പോ അതാ ശിക്ഷ അവർ നേർക്കുനേരിൽ കാണുകയാണ്. ആ ശിക്ഷ നേർക്കുനേരെ കാണുന്ന സമയത്ത് നേതാക്കന്മാരതാ അനുയായികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഇന്ന് നിങ്ങളെ ജാറത്തിലേക്ക് ക്ഷണിച്ചവരില്ലേ, അവിടെ നിന്ന് നിങ്ങൾക്ക് നേതൃത്വം നൽകിയവരില്ലേ, ഈ നേതാക്കന്മാര് റബ്ബുൽ ആലമീനായ പടച്ചതമ്പുരാന്റെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ ശിക്ഷ നേർക്കുനേരെ നോക്കിക്കാണും അനുയായികളിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. സഹോദരായ ഖുർആനാണ്. നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് പരിശോധിച്ചു കൊള്ളുക. ഖുർആനാണ് പറയുന്നത്, നേതാക്കന്മാർ അനുയായികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. വതഖത്വഅത് ബിഹിമുൽ അസ്ബാബ്, അങ്ങനെ അവർക്കിടയിലുള്ള സകലമാന ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്ന, അറ്റുപോകുന്ന ദിവസമാണത്. ഇവിടെ നേതാക്കളും അനുയായികളും വലിയ ബന്ധമായിരുന്നു, അല്ലേ? അല്ലേ? പരലോകത്ത് വരുമ്പോ ബന്ധമൊക്കെ പോയി, എല്ലാം മുറിഞ്ഞുപോയി. നേതാക്കന്മാര് കാലുവാരി കൈവിട്ടു. ഇന്ന് ഞങ്ങളെ ജാറത്തിലേക്ക് വണ്ടിയും വിളിച്ച് സിയാറത്ത് ടൂറെന്ന് പറഞ്ഞ് കൊണ്ടുപോയ ആൾക്കാർ പരലോകത്ത് വരുമ്പോ കാലുവാരാ, പരലോകത്ത് വരുമ്പോ മാറിയിക്ക, പുറംതിരിഞ്ഞിക്ക. റബ്ബിന്റെ ശിക്ഷ കാണുമ്പോ തീർന്നില്ലാട്ടോ അടുത്തൊരായത്ത് കൂടിയുണ്ട്. അല്ല പറയും അടുത്ത ആയത്തിൽ എന്താ?
ആ സമയത്ത് വഖാലല്ലദീന തബഉ അനുയായികൾ അവിടെ വെച്ച് പറയുകയാണ് ലൗ അന്നലനാ കറത ഒരു തിരിച്ചുപോക്കിന് ഞങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ അതാ സാധാരണ ജനങ്ങളെ റബ്ബുൽ ആലമീനായ പടച്ചതമ്പുരാന് പരലോകത്ത് നിന്നിട്ട് പറയുകയാണ് ദുനിയാവിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ ഞങ്ങൾക്കൊരു ചാൻസ് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ ഇവർ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുമായിരുന്നു. പരലോകത്തെ നേതാക്കന്മാർ ഒഴിഞ്ഞു മാറിയില്ലേ, അതുപോലെ പടച്ചോനെ ദുനിയാവിൽ ഒരു ചാൻസ് കൂടി തന്ന ഈ നേതാക്കളെ ഞങ്ങൾ ഇനി അന്തമായിട്ട് അനുകരിക്കൂല, ഞങ്ങൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കോളാം, രക്ഷയില്ല സഹോദര, രക്ഷയില്ല. എന്നിട്ട് അല്ലാഹു പറയേ കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം അപ്രകാരം അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഖേദത്തിന് കാരണമായി ഭവിച്ചത് നാം അവർക്കതാ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പടച്ചതമ്പുരാനായത്ത് അവസാനിപ്പിക്കുകയാണ് വമാഹും ബിഖാരിജീന മിനന്നാർ അവരെ നരകത്തിലാണ് എന്നല്ല ഖുർആൻ പറഞ്ഞത്, നരകത്തിലാണ് എന്നല്ല ഖുർആൻ പറഞ്ഞത്. വമാഹും ബിഖാരിജീന മിനന്നാർ അവർക്ക് നരകത്തിൽ നിന്ന് പുറത്തു കടക്കാനേ കഴിയില്ല, അവർ നരകത്തിൽ നിന്ന് പുറത്തു കടക്കുന്നവരെ അല്ല. എത്ര ഗൗരവമേറിയ വിഷയം അല്ലേ സഹോദര. ഒരു 100 കണക്കിന് ആയത്തുകൾ ആ വിഷയകമായി ഖുർആനിൽ നിന്നും ഹദീസിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി അല്ലേ. അതുകൊണ്ട് നിങ്ങളത് സ്വീകരിച്ചാൽ നിങ്ങളുടെ പരലോകത്ത് നിങ്ങൾക്ക് കഴിച്ചിലാവാന്നല്ലാതെ വേറൊരു ഗുണമില്ല. നിങ്ങളത് സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു ഗുണമില്ല. ദുനിയാവിലെ നിങ്ങൾക്ക് പരലോകത്ത് ഗുണമുണ്ട്. ഞങ്ങൾ ഈ സത്യം പറഞ്ഞൊരു ഭാഗങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിച്ച അതിന്റെ ഗുണം നിങ്ങൾക്ക് പരലോകത്ത് കിട്ടുന്നല്ല, ദുനിയാവിലൊന്നുമില്ല. അപ്പോൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ മരിച്ചുപോയവരെ അല്ലാത്തവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം, എങ്കിലേ അവിടെ നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ എന്ന് വിശദീകരിച്ച ആളുകൾ, എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളുകൾ, അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, പ്രവാചകന്മാരുടെ ആ ചര്യയ്ക്ക് വിരുദ്ധമാണ്. അതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്കെതിരാണ്, പ്രവാചകന്റെ ഹദീസുകൾക്കെതിരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മടങ്ങണം. എങ്ങോട്ട് മടങ്ങണം? പരിശുദ്ധ ഖുർആനിലേക്ക്, പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്ക് മടങ്ങണം. ഇനി നിങ്ങൾ നോക്കൂ, സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി പിന്നെ ഇവിടെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? എന്താ വിശദീകരിക്കുന്നത്? മരിച്ചുപോയ അംബിയ ഔലിയ ഇവർക്കും മറ്റു മുസ്ലിമീങ്ങൾക്കും കൂലി കിട്ടുവാൻ വേണ്ടി ധർമ്മം ചെയ്യലും, കോഴി ആട് മുതലായവ ധർമ്മം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കലും, അവർക്ക് വേണ്ടി ഖുർആൻ ഓതലും മോദിക്കലും, മുസ്ലിം മയ്യത്തുകളെ മറവ് ചെയ്തതിനു ശേഷം ഖബറങ്കൽ വെച്ച് തൽഖീൻ ചൊല്ലിക്കൊടുക്കലും, മയ്യത്തിന് വേണ്ടി ഖബറങ്കൽ വെച്ചും മറ്റു സ്ഥലത്തും വെച്ചും ഖുർആൻ ഓതലും ഓദിക്കലും. മരിച്ചുപോയ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ഉസ്താദിനെ വിളിച്ചിട്ട് ഓദിപ്പിക്കണോ? എന്തിനാ? എന്നാലേ സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് അല്ല, എന്നാലേ ഞാൻ പറയണില്ല അത്. അപ്പോ സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ മരിച്ചുപോയ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ഖുർആൻ ഓദിപ്പിക്കുക അല്ലേ, എങ്കിലേ പല കാര്യങ്ങളും ഇവിടെ പല ആളുകൾക്കും നടക്കുകയുള്ളൂ. സഹോദര, അങ്ങനെ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ഖബറിലേക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം ആ മരണപ്പെട്ട ആളുകൾക്ക് കിട്ടോ ഇല്ലേ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. മരണപ്പെട്ടു പോയ ആളുകൾക്ക് കിട്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ വ്യക്തമായ പരിശോധനക്ക് വിധേയമാക്കുക. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയണ കിട്ടൂല, ഞാനല്ല, പിന്നെ ആരാ പറയണേ? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയണ കിട്ടൂലാന്ന്. എന്താ തെളിവ് എന്നറിയോ? ഷാഫി ഇമാം കിട്ടൂല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതിനൊരു തെളിവ് ഉദ്ധരിച്ചു. ആ തെളിവ് എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആന്റെ ആയത്തായിരുന്നു. പരിശുദ്ധ ഖുർആനില് സൂറത്തു നജ്മില് 39-ാമത്തെ ആയത്തിൽ അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം. എന്താണ് ആയത്ത്? വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ മനുഷ്യന്മാർക്ക് അവർ സ്വയം പ്രയത്നിച്ചതല്ലാതെ, സ്വന്തമായി അവർ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും തന്നെ നാളെ പരലോകത്ത് ഉപകരിക്കില്ല എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അതാ ഇമാം ഷാഫി പറഞ്ഞതായി ഇബ്നു കസീർ തന്റെ തഫ്സീറിന്റെ 4-ാം വാല്യം 288-ാമത്തെ പേജിൽ വിശദീകരിക്കുകയാണ്. വമിന ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത ഷാഫിഈ റഹിമഹുല്ലാഹ് വമൻ ഇത്തബഅഹു അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം ലം يندب إليه رسول الله صلى الله عليه وسلم أمته ولا حثهم عليه ولا أرشدهم إليه بنص ولا إيماء ولم ينقل عن أحد من الصحابة رضي الله عنهم ولو كان خيرا لسبقونا إليه. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്?